ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാവരും വെള്ളയൊക്കെ ഇട്ടിട്ടോ ഇന്നത്തെ യാത്ര. എല്ലാവരും നോക്കിയേ, വെള്ളയൊക്കെ ഇട്ട് നിൽക്കുക. പൊന്നു വെള്ളം ഇട്ടേക്കണു, മനുവും വെള്ളം ഇട്ടേക്കണു, അപ്പും വെള്ളം തന്നെ ഇട്ടേക്കിട്ടുണ്ട്. ഈ വെള്ളയൊക്കെ ഇട്ടിട്ട് നമ്മൾ എവിടേക്കാണ് യാത്ര എന്ന് വെച്ചാൽ, നമ്മളിവിടെ അടുത്തൊരു ലാവണ്ടർ ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ലാവണ്ടർ ഗാർഡൻ കാണാനായിട്ട് പോവാണ്. അപ്പോൾ വെള്ള ഡ്രസ്സിലായിരിക്കും അവിടെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കാണാൻ ഭംഗിയെന്ന് പറഞ്ഞു. അവിടെ പോയി എടുത്ത ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വെള്ളയൊക്കെ ഇട്ടിട്ട് ഇന്ന് ലാവണ്ടർ ഗാർഡനിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരമുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ടായ ജോമി ഫാമിലി ഉണ്ട്, അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി 7 ഡേയ്സ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ലാവണ്ടർ തോട്ടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ലാവണ്ടർ തോട്ടത്തിലേക്ക് പോവാം. ഓക്കെ, എടുക്ക് ഫോട്ടോ എടുത്തോ. പുറമശം നമ്മൾ ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ? ഓക്കെ. ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ പുറവകശം. നമ്മൾ ക്രിസ്മസിന് ലൈറ്റ് കിട്ടുന്നുണ്ടായി. നമ്മുടെ നിസാൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറംവശം. ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. ഇതാണ് വീട്, അതൊരു വീട്, ഇതൊരു വീട്, അതൊരു വീട്. ഷട്ടിലൊക്കെ കളിക്കാൻ പറ്റി നല്ല ഇതുണ്ട്. അത് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന റോഡ്, മെയിൻ റോഡ്. എയർപോർട്ട് അപ്പുറത്ത് ആ കാണുന്ന നിൽക്കുന്ന തെങ്ങിൻ്റെ ഇതുണ്ടോ, ആ തെങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് എയർപോർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡിലേഡിലെ വീട്. പക്ഷെ നമ്മുടെ നിസാൻ ഇപ്പോഴും NSW രജിസ്ട്രേഷൻ ആട്ടോ, മാറ്റിയിട്ടില്ല. അതുപോലെ നമ്മുടെ ഗ്ലൂഗർ കാർ പോർഷയിലോട്ട് കിടക്കുന്നത്, കാർ ഷെഡ് തുറന്നുമ്പോൾ കണ്ട എൻ്റെ ലൈറ്റ്, ക്രിസ്മസിൻ്റെ ലൈറ്റ് ഇട്ടതൊന്നും അയച്ചിട്ടില്ല നമ്മൾ. കാർ പോർച്ചിൻ്റെ അകത്താട്ടോ, ഗ്യാരേജിൻ്റെ അകത്താണ് നമ്മുടെ ഗ്ലൂഗർ കിടക്കുന്നത്. നമ്മൾ വണ്ടി എടുത്തിട്ടോ, ജോമി പുറയിലുണ്ട്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലാവണ്ടർ തോട്ടത്തിലേക്ക്. പക്ഷേ ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി, അബദ്ധം പറ്റിപ്പോയി. 15 മിനിറ്റ് ദൂരം ഉള്ളൂ എന്ന് വിചാരിച്ചു, പക്ഷേ 40 മിനിറ്റ് ദൂരമുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലൈറ്റാവുകയും ചെയ്തു. ചെറുതായിട്ട് സൂര്യൻ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം വെട്ടവും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും പോവാണ്. അപ്പോൾ പോകുന്ന വഴിയും അവിടെ ചെന്നിട്ടുള്ള ലാവണ്ടർ തോട്ടമൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്നാ ഭംഗിയെന്നൊക്കെ നാട്ടിൽ നമ്മൾ ആലപ്പുഴയൊക്കെ പോകുമ്പോഴുള്ള ഒരു റോഡിൻ്റെ ഇതുപോലെ 2 സൈഡിൽ നിന്ന് മരം വന്നിട്ട് ഇങ്ങനെ ആർച്ച് പോലെ നോക്കിയാൽ നല്ല രസമല്ലേ ഇത്. കൗണ്ടർ ഫാമിൽ എത്തിയിട്ടോ. ഇവിടെ ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് എടുത്തു. ഇത് ആ കാണുന്നത് ഒരു ഫാമാണ്. അവിടെ നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. ഇപ്പം നേരെ ഇതിലെല്ലാം നടന്ന് അങ്ങ് അറ്റത്തേക്ക് പോകാം. നല്ല തണുത്ത കാറ്റുണ്ട്, അതുകൊണ്ട് സെറ്ററൊക്കെ എടുത്തിട്ടു ഞങ്ങൾ. ആൾക്കാരില്ല, അങ്ങ് പോകണം, അങ്ങ് അറ്റത്ത് വരെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡ്രോണിൽ കൂടെ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഷെറിഞ്ചറിനെ കണ്ടു, സംസാരിച്ചു. അവരങ്ങ് പോയി. അവർ മെൽബണിൽ നിന്ന് ഒരാഴ്ചത്തെ ട്രിപ്പ് വന്നതാണ് ഇവിടെ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവർ പോയി. ഞങ്ങളപ്പോൾ അത് ലാവണ്ടർ തോട്ടത്തിലേക്ക് കയറി. ഇതാണ് ലാവണ്ടർ തോട്ടത്തിലേക്ക് നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്.